എല്ലാ തേൻ സ്നേഹികളെയും ദാസ് ഫേമസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വളരെ യാദൃച്ഛികമായിട്ട് എടുത്ത ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ കാണിക്കുന്നത്. യാദൃച്ഛികം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് തേനീച്ച നോക്കാൻ പോയപ്പോൾ ആ സ്ഥലത്തിന് അടുത്തുള്ള ഒരു ഉടമ വന്ന് എന്നോട് പറഞ്ഞ അവരുടെ പറമ്പിൽ കയ്യെത്തും ദൂരത്തിൽ 2 ദിവസമായി കുറച്ച് തേനീച്ച വന്നിരിപ്പുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കണം, അല്ലെങ്കിൽ അതിനെ എടുത്ത് മാറ്റി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി നോക്കിയ സന്ദർഭത്തിൽ എനിക്ക് എടുക്കാൻ എളുപ്പത്തിനാണ് അതിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അത് അവിടെ ഇരുന്ന് 2 ദിവസം ആയുള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് വേറെ അടയൊന്നും കെട്ടിയിട്ടില്ല. പിന്നെ കയ്യിൽ സ്മോക്കറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് തന്നെ ഒരു ചകിരി എടുത്തിട്ട് ഒരു തീയടിച്ച് ഒരു ചെറിയൊരു സ്മോക്ക് അതിന് കൊടുത്തതിന് ശേഷം ഞാൻ അത് പതുക്കെ കയ്യിൽ എടുക്കാൻ തുടങ്ങി. സാധാരണ ഈ അടയൊന്നും ഇല്ലാത്തത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഇരിക്കില്ല. തനിയെ ഇങ്ങനെ തന്നെ വാരിയൊരു കൂട്ടി കൊണ്ടുവച്ചാൽ അത് ഇരിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ചെയ്യുന്നത് നല്ല ഒരു ബ്രൂഡ്, ഏതെങ്കിലും ബ്രൂഡുള്ള കോളനിയിൽ നിന്നും എടുത്ത് ഒരു കൂട്ടിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഇതിനെ വാരി വെച്ചാൽ മാത്രമേ ഇരിക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് അതിനൊന്നും സന്ദർഭം കിട്ടിയില്ല. ഞാൻ അവസാനം ഇതെന്ത് ചെയ്തെന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് ഇത് അവസാനം വരെ കാണുക. ഓക്കെ, എന്തായാലും ഞാൻ ഇത് അവിടെ നിന്ന് വാരി മാറ്റി കൊടുക്കാൻ തീരുമാനിച്ച് അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വരരുത് എന്ന് കരുതിയാണ് ഞാനത് വാരി മാറ്റാം എന്ന് വിചാരിച്ചത്. അത് എൻ്റെ കയ്യിൽ തന്നെ ഞാൻ അത് വാരി. ആദ്യത്തെ വാരിൽ എനിക്ക് കുറച്ച് ബീസ് മാത്രമേ കിട്ടിയുള്ളൂ, ക്യൂനെ കിട്ടിയില്ല. അത് ഞാൻ റൈറ്റ് ഹാൻഡിൽ അതെല്ലാം വാരി വെച്ച് അത് കഴിഞ്ഞിട്ട് വീണ്ടും അല്പം സ്മോക്ക് കൂടെ അവിടെ ചെറിയ രീതിയിൽ ചകിരി എടുത്ത് കൊടുത്തിട്ട് ശേഷമാണ് ബാക്കി ബീസ് കൂടെ ഞാൻ കളക്ട് ചെയ്യുന്നത്. അത് നമുക്കത് കാണാം. ചെറിയ രീതിയിലുള്ള സ്മോക്ക് മാത്രമേ എനിക്കത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ചെറിയ രീതിയിലുള്ള സ്മോക്ക് മതിയാവും. സ്മോക്കൊന്നും ഇല്ലാതിരുന്നാൽ ചിലപ്പോൾ അത് കുത്തും. അതുകൊണ്ടാണ് ആ രീതിയിൽ ഞാൻ ചെയ്തത്. എൻ്റെ റൈറ്റ് ഹാൻഡിലിരിക്കുന്ന അത്രയും ആദ്യം വാരിയതിൽ എന്തായാലും ക്യൂന് വന്നിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. കാര്യം ഇവിടെ ഈച്ച വരുന്നില്ല, തിരിച്ച് അവിടെ തന്നെ ചെന്ന് കൂടുന്നുണ്ട്. ക്യൂന് ഇപ്പോൾ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ ഇരിക്കുകയാണ്. അതിനെ ഞാൻ ഈ കൂട്ടത്തിലുള്ളതിൻ്റെ കൂട്ടത്ത് ആക്കി കൊടുക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും. അത് കൈക്കകത്തുണ്ട്, അതിനകത്തായി. ഇനി ഈ പുറത്ത് പറക്കുന്നതും അവിടെ വരുന്നതെല്ലാം എൻ്റെ ഈ ഒരു കൈ തന്നെ വരും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ക്യൂനെണിച്ച് പറന്നു പോയാൽ, ബ്രൂഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ക്യൂനെണീറ്റ് അവിടെ നിന്ന് പറന്നു പോകാൻ ചാൻസ് ഉണ്ട്. പറന്നു പോയാൽ നമ്മളെ കയ്യിലിരിക്കുന്നതും കൂടെ എണീറ്റ് അങ്ങ് പോകും. പക്ഷേ എനിക്ക് ക്യൂനെ കിട്ടിയതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് അതിനവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റും എന്നെനിക്ക് ഉറപ്പായി. അതുകൊണ്ട് ശേഷിച്ച് അവിടെ കുറച്ച് ബീസ് ഉള്ളതിനെയും കൂടെ പതുക്കെ സ്മോക്ക് ചെയ്ത് കൊടുത്തു. അവിടെയുള്ള കംപ്ലീറ്റ് ബീസിനെ അവിടെ നിന്ന് ഇളക്കി മാറ്റി. അവിടെ നിന്ന് ഇളവുന്ന ബീസ് പറന്നതിന് ശേഷം തിരിച്ച് എൻ്റെ വലത്തെ കയ്യിൽ വരുന്നുണ്ട്. ഇതിനകത്ത് ക്യൂനുള്ള നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. എല്ലാം എൻ്റെ കയ്യിൽ വന്ന് ചേർന്നതിന് ശേഷം ഞാനത് അവിടെ നിന്ന് ഇറങ്ങി. അത് വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു മരത്തിലാണ് നിന്നത്. പക്ഷേ ഞാൻ ഈ തേനീച്ചയും കൊണ്ട് പോയപ്പോൾ എനിക്ക് അതിനേക്കാൾ ബുദ്ധിമുട്ട് തോന്നിയത്, അതായത് ചെന്ന് ചാടിയത് അവിടെയുള്ള 3 നായ്ക്കളുള്ള ഒരു വീടാണ്. നായ്ക്കൾ എൻ്റെ ഇടസൈഡിൽ നിന്ന് കുരയ്ക്കുന്നുണ്ട്. കൂട്ടിനകത്തുണ്ട്, ബാക്കിലുണ്ട്. അങ്ങനെ 2 or 3 നായ്ക്കൾ ആ വീട്ടിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ അവിടെ നിന്ന് തേനീച്ചയും കൊണ്ട് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഈ തേനീച്ചയെ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ വേറെ ബ്രൂഡൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് അതായത് അവിടെ ഞാൻ നോക്കുന്ന സ്ഥലത്ത് ഒരു കോളനിയിൽ ക്യൂനില്ലാതെ ഒരു കോളനി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് രാവിലെ ഫീഡ് കൊടുത്തതാണ്. ഒരല്പം മാത്രം ഫീഡ് ഒഴിച്ച് വെച്ച് കൊടുത്ത് അതിനുശേഷം 1 മണിക്കൂറിന് ശേഷമുള്ള സംഭവമാണ് ഈ കാണുന്നത്. അപ്പോൾ ആ കൊടുത്ത ഫീഡെല്ലാം അത് കുടിച്ചു. അതിനുശേഷം ഞാൻ ഈ തേനീച്ച വാരിയ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് പൗഡർ വാങ്ങി. ആ പൗഡറാണ് ഞാൻ അതിന് ഇട്ട് കൊടുക്കുന്നത്. ഈ പൗഡർ ഇട്ട് കൊടുക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന കൂട്ടിൻ്റെയും ഞാൻ കൊണ്ടുവന്ന കൂട്ടിലും ഓരോ മണമുണ്ട്. ഈ മണം രണ്ടും കൂടെ ഇവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനാണ് ഇവർക്കിടയിലായിട്ട് ഈ പൗഡർ ഞാൻ തട്ടി കൊടുക്കുന്നത്. അപ്പോൾ പൗഡർ തട്ടി കൊടുത്തതിന് ശേഷം
എന്തായാലും ഞാൻ കൊണ്ടുവന്നതിൽ ക്യൂനുണ്ട്, ഇവിടെ ഇരിക്കുന്ന കോളനിയിൽ ക്യൂനില്ല. അപ്പോൾ എനിക്ക് ഇരിക്കുന്ന കോളനി റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ആ വീട്ടിൽ നിന്ന് തന്നെ അല്പം പൗഡർ വാങ്ങി ഇവിടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ തേനീച്ച ഞാൻ അതിനകത്ത് കയ്യിൽ പതുക്കെ വച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ കയ്യിലുള്ളവരും കൂട്ടിനകത്തുള്ളവരും ഈ പൗഡറിൻ്റെ മണം അടിച്ചിട്ട് അവർക്കാകെ ഒരു ആശയക്കുഴപ്പമുണ്ടായി. ഈ കൂട്ടിലുള്ളവരാണോ വന്നവരാണോ, ഇവർ മണം കൊണ്ടാണ് ഇവർ തമ്മിൽ തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ ആശയക്കുഴപ്പമുണ്ടായിട്ട് അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യില്ല. അങ്ങനെ ഇവർ ഈ കൂട്ടിലോട്ട് കയറും. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് കുറേ നേരം ഇരുന്നു. പക്ഷേ കയ്യിലിപ്പോൾ എൻ്റെ കയ്യിൽ സ്മോക്കൊന്നുമില്ല. നേരത്തെ സ്മോക്ക് ചെയ്ത സമയത്തുള്ള ആ എഫക്റ്റൊക്കെ അങ്ങ് മാറി ചെറിയ രീതിയിലുള്ള. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് എൻ്റെ കയ്യിൽ 1-2 കുത്തുകൾ കുത്തി. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഈ ഒന്ന് കുത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് കൊണ്ട് അടുത്ത് വീണ്ടും കുത്താൻ ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വീണ്ടും 1-2 കുത്തി. എന്നിട്ട് പിന്നെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇത് ഇറങ്ങട്ടെന്ന് വിചാരിച്ച് കയ്യിലുള്ളത് മാക്സിമം കുടയാൻ നോക്കി. അപ്പോൾ ഒടുവിൽ സംഭവിച്ചത് ഞാൻ കയ്യിൽ 1-2 പ്രാവശ്യം കുടഞ്ഞിതിനകത്ത് വിട്ടു. ഈ കുടയുന്ന സന്ദർഭത്തിൽ പിന്നെ അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല. അവിടെ വീഡിയോക്കാരൻ ക്യാമറയും കൊണ്ട് ഓടി. അപ്പോൾ അതിന് ശേഷം ഞാനും ഇതിനകത്ത് കുടഞ്ഞിട്ട് ഞാനും ഒരല്പം മാറി നിന്നതിന് ശേഷം ഈച്ചയെല്ലാം അവിടെ വന്ന് ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തും അകത്തുമായിട്ട് തേനീച്ച ഇരിപ്പുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ക്യൂവിനകത്ത് ഇറങ്ങി അവർ തമ്മിലുള്ള ഒരു ഇതുണ്ടായി. ഇത് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പയ്യൻ അവിടുത്തെ ഒരു പയ്യനാണ്. അവൻ്റെ പേര് നവനീതാണ്. അവൻ വളരെ ബ്രില്യൻ്റാണ്, അതായത് പേടിയൊന്നുമില്ല. ഇന്നത്തെ ദിവസം തന്നെ എൻ്റെ കൂടെ നിന്ന് മറ്റു കൂടുകൾ നോക്കിയ സമയത്ത് 1-2 തേനീച്ച കുത്ത് കിട്ടി, എന്നാലും അത് മൈൻഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ അടുത്ത് നിന്ന് അവൻ വാച്ച് ചെയ്യാണ്. ഞാൻ മാറി നിന്നിട്ടും അവൻ അടുത്ത് നിന്ന് അത് വാച്ച് ചെയ്യുന്നു. അപ്പോൾ അത്രയ്ക്ക് ഇച്ചിരി ധൈര്യശാലിയാണ് അവൻ. ചെറിയ കുത്തുകളൊന്നും കിട്ടിയാലും അവന് ഏക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നവനീതാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. പയ്യൻ കണ്ടോ, അവൻ കുറച്ചുകൂടെ അടുത്ത് വന്ന് ക്ലോസ് ആയിട്ട് അതിൻ്റെ ഫ്രണ്ട്ലി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മളെ ഒന്നും ഉപദ്രവിക്കില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാവും. നമ്മൾ പേടിച്ച് മാറി നിന്നാലേ വിഷയങ്ങളുള്ളൂ. അങ്ങനെ പയ്യൻ അത് അടുത്ത് നിന്ന് ഫ്രണ്ട്ലി ആയിട്ട് വാച്ച് ചെയ്യുന്നു. പക്ഷേ ഞാൻ ദൂരെ നിന്ന് അത് ഈ പറക്കുന്ന തേനീച്ചയെ കുത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് 1-2 കുത്ത് കിട്ടിയതുകൊണ്ടാണ് ഞാൻ മാറി നിന്നിട്ട് അതിന് ഫീഡ് കൊടുത്ത ഡിഷാണ് ഇപ്പോൾ വച്ച് കൊടുത്തത്. അതിനുശേഷം അതിൻ്റെ അടപ്പെടുത്ത് അടയ്ക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ പുറത്തെല്ലാം തേനീച്ച ഉണ്ട്. പക്ഷേ അതെങ്ങനെ അടയ്ക്കാൻ പറ്റും? സ്മോക്കർ ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്മോക്ക് ചെയ്യുമ്പോൾ അതങ്ങ് മാറും. ഇതതുകൊണ്ട് ഒരല്പം ഇങ്ങോട്ട് നീക്കി ഒന്ന് കോണ് തിരിച്ച് അടച്ചതിന് ശേഷം അപ്പോഴേ ഇതിനകത്ത് ഈച്ച ഞരങ്ങില്ല. പതുക്കെ ഇങ്ങനെ കോണ് തിരിച്ച് അടച്ചതിന് ശേഷം അതിനെ പതുക്കെ ഞെരിക്കി ഒരു തേനീച്ച പോലും നമുക്ക് നഷ്ടമാവാതെ അത് ഞാൻ അടച്ച് അതിന് കണ്ടോ അടച്ചതിനെ കൃത്യമായിട്ട് വെച്ചു. ഇനി കുറച്ച് തേനീച്ച പുറത്തുള്ളത് അത് അതിൻ്റെ ഫ്രണ്ടിൽ പോവും. ഓക്കെ, അതിന് ശേഷം അതിനെ കൂടിനെ വൃത്തിയായിട്ട് കെട്ടി ഭദ്രമാക്കി തന്നെ നമ്മളത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇപ്പോൾ ക്യൂനുണ്ട്. ഈ ക്യൂനിനി എത്രയും പെട്ടെന്ന് തന്നെ അതിനകത്ത് എഗ്ലൈൻ ചെയ്യും, ബ്രൂഡാവും. അപ്പോൾ ഇത് നല്ലൊരു കോളനിയായിട്ട് മാറും. എന്തായാലും എനിക്ക് അവിടെ നിന്ന് എടുത്ത തേനീച്ച ഉപകാരപ്പെട്ടു. ഇത്രയും സമയം വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട്. പിന്നെ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.